All right, so today we're going to learn about bone fractures, അല്ലേ? Now, bone fracture നെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എപ്പോഴാണ് ഒരു bone fracture ആവുന്നത്? നമ്മുടെ എല്ലിന് എന്തെങ്കിലും ഒരു പൊട്ടൽ സംഭവിക്കുമ്പോഴാണ് നമ്മൾ ബോൺ ഫ്രാക്ചർ എന്ന് പറയുന്നത്, അല്ലേ? എങ്ങനെയാണ് ഈ ബോൺ ഫ്രാക്ചർ ആവുന്നത്? എന്തെങ്കിലും ഒരു സ്ട്രോങ് ഇമ്പാക്ട്, ഒരു ഫോഴ്സ് വല്ലതും വന്ന് നമ്മുടെ ബോണിനെ ഒടിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ബോൺ ഫ്രാക്ചർ ആയി. അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ബോൺ നമ്മൾ തിരിച്ചറിയുന്നത് എപ്പോഴാണ്? നമുക്ക് ഭയങ്കര വേദനയായിരിക്കും, അല്ലേ? നമുക്ക് അനക്കാൻ പറ്റത്തില്ല, അനക്കുമ്പോ എല്ലാം ഒന്ന് ഭയങ്കര വേദനയായിരിക്കും. സോ ബോൺ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രോങ് ഇമ്പാക്ട് can cause the breaking of bones or the appearance of fissure in the bones. നമ്മളെ ബോൺസിലെല്ലാം ഒരു പൊട്ടൽ കാണുന്നതിന് പറയുന്നതാണ് ബോൺ ഫ്രാക്ചർ. സോ breaking of bones is called a fracture. Okay, so bone in the breaking ന് പറയുന്നതാണ് fracture. Sometimes the position of the bones is changed. This is called dislocation. ചിലപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ബോൺ എല്ല് ഇരിക്കേണ്ട സ്ഥലത്തല്ല, ചിലപ്പോൾ അങ്ങ് തിരിഞ്ഞു പോകും, അല്ലേ? ചിലപ്പോൾ മാറിപ്പോവും, ഇരിക്കേണ്ട സ്ഥലത്തു നിന്ന് ഒന്ന് മേളിലോട്ടും താഴോട്ടൊന്നും മാറിപ്പോവും. അതിന് പറയുന്നത് ഡിസ്ലൊക്കേഷൻ. That means position of bones is changed. When the position of bones is changed, it is called dislocation. Breaking of bones is called fracture. Okay, അന്നേരം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ബോൺ ഫ്രാക്ചർ ആയിന്ന്? പെയിൻ ഇൻ ദി ഇൻജേർഡ് പാർട്ട്, നമ്മുടെ വേദനയുള്ള, നമ്മുടെ മുറിഞ്ഞിരിക്കുന്ന സ്ഥലത്ത്, പൊട്ടലുള്ള സ്ഥലത്ത് വേദന കാണും, പെയിൻ കാണും. പിന്നെ ഡിഫിക്കൽട്ടി ഇൻ മൂവിങ് ദി ഇൻജേർഡ് പാർട്ട്, നമ്മുടെ മുറിവുള്ള സ്ഥലത്ത് നമുക്കൊന്ന് മൂവ് ചെയ്യാൻ പ്രയാസമാണ്, അല്ലെ? ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ദി അഫക്റ്റഡ് പാർട്ട്, അതിൽ ആ മുറിഞ്ഞിരിക്കുന്ന ഭാഗത്തിന് നീര് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് സ്ലൈറ്റ് ബെൻഡിങ് അറ്റ് ദ സൈറ്റ് ഓഫ് ഇഞ്ചുറി. എന്നിട്ട് നമ്മുടെ അതിൽ ചെറിയൊരു സ്ട്രക്ചറിൽ, ആ ഷേപ്പിൽ ഒരു വ്യത്യാസം വരും, അല്ലെ? ചെറിയൊരു പൊട്ടൽ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഷേപ്പിൽ ഒരു വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എ സിമിലർ ബോൺ, നമ്മൾ കാണുമ്പോഴത്തേക്ക് അതിന്റെ ഷേപ്പ്, സ്ട്രക്ചർ ഒക്കെ ഒരു വ്യത്യാസം പോലെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെയാണ് ഒരു പ്രത്യേകത, എങ്ങനെയാണ് ഒരു ബോൺ ഫ്രാക്ചർ ആയിന്ന് അറിയുന്നത്. സോ ഹാർഡ്നെസ് ഓഫ് ദ ബോൺ is due to the presence of calcium phosphate. കാൽഷ്യം ഫോസ്ഫേറ്റിന്റെ ഒരു കാൽഷ്യം ഫോസ്ഫേറ്റ് ഉള്ളതുകൊണ്ടാണ് ബോൺ എല്ലാം നല്ല കട്ടിയായിട്ട് കാണുന്നത്. സോ കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ് ഇസ് എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ഓഫ് ബോൺസ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്ത് കാൽഷ്യം ഫോസ്ഫറസ് എല്ലാം അത്യാവശ്യമുള്ളതാണ്. ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ഗ്രോത്ത്, മിനറൽസ് ലൈക്ക് കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ് ഹാർഡൻ ദ ബോൺ. സോ കാൽഷ്യവും ഫോസ്ഫറസും ബോണിനെ നല്ല ഹാർഡ് ആക്കുന്നു. ഇൻ ഇൻഫൻസ് ദ ബോൺസ് ആർ നോട്ട് വെരി ഹാർഡ് because the deposition of calcium phosphate is very less. So എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളിൽ നിന്നാണെങ്കിൽ നമ്മൾ കാണുന്നുണ്ട് ബോൺസ് പല്ലിയെ കട്ടിയില്ല, ബിക്കോസ് കാൽഷ്യമും ഫോസ്ഫേറ്റും കുറവാണ്, അതിൽ ഡെപ്പോസിറ്റ് ആവുന്നത് കുറവാണ്. ഇൻ അഡൾട്ട്സ്, കാൽഷ്യം റിക്വയർഡ് ബൈ ദ ബോഡി ഈസ് അബ്സോർബ്ഡ് ഫ്രം ദ ബോൺസ്. അന്നേരം ശരീരത്തിൽ വലിയ ആൾക്കാർ, ദാറ്റ് മീൻസ് 18+ ഉള്ള ആൾക്കാരിൽ, 18 years and above, അത്രയും 18 വയസ്സും കൂടുതലുള്ള അഡൾട്ട്സിനാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ബോഡിക്ക് ആവശ്യമുള്ള കാൽഷ്യം അത് ഈ ബോൺസിൽ നിന്നാണ് ശരീരം പിടിച്ചെടുക്കുന്നത്. ദിസ് കോസസ് എ വീക്കനിങ് ഓഫ് ബോൺസ്. അതുകൊണ്ടാണ് നമ്മുടെ ബോൺസ് എല്ലാത്തിനും ബലക്കുറവ് വരുന്നത്. വെജിറ്റബിൾ ലൈക്ക് ആഷ് ഗോഡ്, snake gourd, etc. Fruits like guava, jambu, etc. Egg, milk and small fishes are rich in calcium. ഇതൊക്കെ ഈ വെജിറ്റബിളും ഈ മീറ്റും കൂടെ കഴിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാൽഷ്യം വരത്തുള്ളൂ, റൈറ്റ്? സോ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ ബോൺ ഫ്രാക്ചർ ആവുന്നതിന്റെ കാര്യം നമ്മൾ വായിച്ചു. എന്തുകൊണ്ട്, നമ്മുടെ അതിന്റെ സിംറ്റംസ് നമ്മൾ മനസ്സിലാക്കി. അതിന് ഫ്രാക്ചർ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യുന്നത്? പൊട്ടലായി കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കുവാന്നോ? അല്ല, ഷുഡ് ബി ടേക്കൺ ഇമീഡിയറ്റ്ലി ടു ദ ഹോസ്പിറ്റൽ. സോ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി ഇരിക്കണം. അന്നേരം അതിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ഷുഡ് ബി ടേക്കൻ കെയർ ഓഫ് ബിഫോർ ടേക്കിംഗ് ദ പേഴ്സൺ ടു ദ ഹോസ്പിറ്റൽ? ദ ബ്രോക്കൺ പാർട്ട് ഷുഡ് നോട്ട് ബി മൂവ്ഡ്. നമ്മുടെ പൊട്ടലുള്ള ഭാഗം നമ്മൾ അനക്കാൻ പാടില്ല. ആൻഡ് ടൈയിങ് സ്പ്ലിന്റ്സ് വിൽ ബി ഹെൽപ്ഫുൾ. ഒരു സ്പ്ലിന്റിനെ നമ്മൾ ടൈ ചെയ്ത് പൊട്ടലുള്ള ഭാഗത്ത് നമ്മൾ കെട്ടിവെച്ചാൽ അത് അതിന് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. സ്പ്ലിന്റ് എന്ന് പറയുന്നത് എന്താണ്? സ്പ്ലിന്റ് എന്ന് പറഞ്ഞാൽ ഒരു തടി കഷ്ണം, ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ പീസ്, ഇല്ലെങ്കിൽ ഒരു മെറ്റലിന്റെ പീസ്, ഇരുമ്പ് കഷ്ണം, നമ്മൾ ആ പൊട്ടിയ എല്ലിന്റെ അവിടെ നമ്മൾ ഇങ്ങനെ കെട്ടിവെക്കും. എന്നിട്ട് അതിന്റെ അത് എന്തുകൊണ്ടാണ് കെട്ടിവെക്കുന്നത്? അന്നേരം അത് അനങ്ങാതിരിക്കാൻ വേണ്ടി. ദാറ്റ് മീൻസ്, ഫോർ എക്സാമ്പിൾ, ഈ കൈയുടെ സൈഡിൽ ഒരു തടി കഷ്ണം കെട്ടിവെച്ചാൽ ആ തടി അനങ്ങുന്ന പോലെ അല്ലേ നമ്മൾ അനങ്ങാൻ പറ്റും. നമുക്ക് ഈ ബോൺസ് ഒന്നും, നമ്മുടെ ജോയിന്റ്സ് ഒന്നും അനക്കാൻ പറ്റത്തില്ല.
Okay, so that is why we use a splint. And then tying the broken part using a splint helps to block its movement. So ആ movement അനക്കാതിരിക്കാൻ വേണ്ടി കൂടുതൽ അപകടം വരാതിരിക്കാൻ വേണ്ടിയാണ് ബ്രോക്കൺ ഭാഗത്തോട്ട് ആ ഫ്രാക്ചർ ആയ ഭാഗത്തോട്ട് നമ്മൾ ഒരു സ്പ്ലിന്റ് കെട്ടിയിട്ടാണ് ആ ആളിനെ നമ്മൾ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുന്നത്. Okay, now if you look on further in the textbook, you can see that you have questions like this. Human skeletons, human skeletons in avade joints undu. Joints ഏത് ടൈപ്പിലെയാ നമ്മൾ പഠിച്ചേ? ഹിഞ്ച് ജോയിന്റ്സ് ഉണ്ട്, ബോൾ സോക്കറ്റ് ജോയിന്റ് ഉണ്ട്, പിവറ്റ് ജോയിന്റ് ഉണ്ട്. എങ്ങനെയൊക്കെയാണ് അതിന്റെ മൂവ്മെന്റ് അനുസരിച്ചാണ്. ഹിഞ്ച് ജോയിന്റ് എന്ന് പറഞ്ഞാൽ one direction, so you see knee and elbow. Ball and socket can just move in freely movable, right? So you have shoulder joint and hip joint, and neck എന്ന് പറഞ്ഞാൽ you can move in opposite direction. Okay, that is a pivot joint. So I want you to write this down in your textbook. All right, and then you can see the differences that they have asked over here. Exoskeleton. So you move on further, you can see that they've asked, see the differences, characteristics of exoskeleton and endoskeleton. എന്തൊക്കെയാണ് അതിന്റെ characteristics? So you see exoskeleton എന്ന് പറഞ്ഞാൽ invertebrates possess exoskeleton, vertebrates possess endoskeleton. That means നട്ടലുള്ള ജീവികളൊക്കെ ആണെങ്കിൽ endoskeleton, skeleton അകത്താണ് ഇരിക്കുന്നത്. നട്ടലില്ലാത്ത ജീവികളെല്ലാം exoskeleton പുറത്താണ് അതിന്റെ തോട്, ആ കട്ടിയുള്ള skeleton നമ്മൾ കാണുന്നത്. Exoskeleton does not grow with animals. ആ animals വളരുന്നതിനനുസരിച്ച് അത് ഗ്രോ ചെയ്യത്തില്ല. പക്ഷെ എൻഡോസ്കെലറ്റൻ ഗ്രോസ് വിത്ത് ദ ആനിമൽസ്. ശരീരത്തിനകത്തുള്ള സ്കെലറ്റൻ ഉള്ള ആനിമൽസ് എല്ലാം ആ ശരീരത്തിന്റെ ആനിമൽസിന്റെ വലുപ്പം ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് അതും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ എക്സോസ്കെലറ്റൻ അങ്ങനെ ആനിമൽസിന്റെ കൂടെ ഗ്രോ ചെയ്യത്തില്ല. എക്സോസ്കെലറ്റൻ എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡ് ഔട്ടർ കവറിംഗ് ഉണ്ട് അല്ലെ? ഈ ആനിമൽസിനെല്ലാം ഒരു ഹാർഡ് ഔട്ടർ കവറിംഗ് ഉണ്ട്, ശരീരത്തിന്റെ വെളിയിൽ ഒരു കവറിംഗ് ഉണ്ട്. പക്ഷെ ഈ എൻഡോസ്കെലറ്റൻ ആണെങ്കിൽ ഒരു ഇന്റേണൽ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് അല്ലെ? അതിനകത്ത് ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ആൻഡ് ദെൻ യു സി എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഗ്രാസ് ഹോപ്പർ, കോക്രോച്ചസ് എക്സെട്ര. എൻഡോസ്കെലറ്റനിലാണെങ്കിൽ ഫിഷസും ഹ്യൂമൻസും എക്സെട്ര. And now you see these are the question answers you have to write in your notebook. ഇത് തന്നെയാണ് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തത് പോലും. ടീച്ചർ ജസ്റ്റ് ഗോയിങ് ടു ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നോക്കുകയാണ്. So what is exoskeleton? Shells that help to protect the body parts, which provide shape and help to escape enemies. These coverings in the outer surface of the body are called exoskeleton. What is endoskeleton? Skeleton seen inside the body are called endoskeleton. Cartilage എന്താണ്? What is cartilage? Soft bones seen in the nose and the ears are called cartilage. How does joints help the body? It connects the bones together and helps in various movements and actions. What is fracture? Breaking of bones is called fracture. What is dislocation? When the bones, position of the bones change, when the bone in the position മാറുമ്പോഴത്തേക്ക് it's called dislocation. What is a splint? Splint is a strong support made of wood, plastic or metal. വുഡോ പ്ലാസ്റ്റിക് ഇല്ലെങ്കിൽ മെറ്റലും കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്, ഒരു സ്ട്രോങ് സപ്പോർട്ട് ആണ്. ആൻഡ് നമ്മുടെ അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാം, ബ്രോക്കൺ പാർട്സ് ഓഫ് ദ ബോണിനെ നമുക്ക് ഇതിന്റെ സഹായത്തോടെ ബ്ലോക്ക് ചെയ്യാം. ആൻഡ് വാട്ട് കോസസ് ദ ഹാർഡ്നെസ് ഓഫ് ദ ബോൺസ്? കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. Causes the due to the presence of calcium phosphate causes the hardness of the bones. What is the characteristics of a hinge joint? Hinge joint പ്രത്യേകത എന്താണ്? It moves only in one direction. Bones that move in one direction. Example, elbow and knee. What is the characteristic of pivot joint? It turns in the opposite direction on the at an axis in the same plane. So in the opposite direction it changes. The bone turns in opposite direction at an axis in the same plane. Example, neck. Okay, so these are the questions that you have to write in your notebook. Please write them and attach it in the app, and please be sure to study for your test. All right, so take care everybody, and if you have any questions, please do message me.